ന്യൂക്ലിക് ആസിഡുകൾ ഹൈഡ്രോളിസിസ് നടത്തുമ്പോൾ നമ്മൾ പറഞ്ഞു ഷുഗർ, നൈട്രോജീനസ് ബേസ്, അതുപോലെ തന്നെ ഫോസ്ഫോറിക് ആസിഡ് യൂണിറ്റ്സ് ആണ് നമുക്ക് കിട്ടുക. അപ്പോൾ അതിലുള്ള ഷുഗർ യൂണിറ്റ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണെങ്കിൽ അതിൽ 5 കാർബൺ ഉള്ള പെൻറ്റോസ് ഷുഗർ ആണ് അടങ്ങിയിട്ടുള്ളത്, ബീറ്റോ ഡി റൈബോസ്. അപ്പോൾ നമ്മുടെ DNA-യിലുള്ള ഷുഗർ എന്ന് പറയുന്നത് ബീറ്റ ഡി 2 ഡിയോക്സി റൈബോസ് ആണ്. ബീറ്റ ഡി 2 ഡിയോക്സി റൈബോസ്. 2 ഡിയോക്സി റൈബോസ് എന്ന് പറയുമ്പോൾ രണ്ടാമത്തെ കാർബണിൽ ഓക്സിജൻ, ഡിയോക്സി എന്ന് പറയുമ്പോൾ ഒരു ഓക്സിജൻ പോവും. അപ്പോൾ ഇതാണ് 2 ഡിയോക്സി റൈബോസ്. ഈ ഷുഗർ യൂണിറ്റ് ആണ് DNA-യിൽ അടങ്ങിയിട്ടുള്ളത്. ഇനി അതിലത്തെ നൈട്രോജീനസ് ബേസ് നോക്കുകയാണെങ്കിൽ 2 തരത്തിലുള്ള നൈട്രോജീനസ് ബേസ് ആണ് ഉള്ളത്. ആദ്യത്തെ ക്ലാസ് ആണ് പ്യൂറൈൻസ്, രണ്ടാമത്തെയാണ് പിരമിഡീൻസ്. പ്യൂറൈൻസ് ആൻഡ് പിരമിഡീൻസ്. പ്യൂറൈൻസ് എന്ന് പറയുമ്പോൾ ഈ ഒരു റിങ് ഉണ്ടല്ലോ, ഈ ഡബിൾ ബോണ്ടോ ഇതിലത്തെ ഒന്നും ഇല്ലാതെ ഈ ഒരു റിങ്, ആ ഒരു 6 മെമ്പേർഡ് റിങ്, അതിൽ 2 നൈട്രോജൻ ആറ്റം, ഇപ്പുറത്തൊരു ഫ്യൂസ് ചെയ്തിട്ട് ഒരു 5 മെമ്പേർഡ് റിങ് ഫ്യൂസ് ചെയ്തിട്ടുള്ള ഈ റിങ് ആണ് പ്യൂറൈൻ റിങ്. അപ്പം അങ്ങനെയുള്ള പ്യൂറൈൻ റിങ് ഉള്ള 2 പ്യൂറൈൻസ് ഉണ്ട്. അതാണ് അഡിനീൻ ആൻഡ് ഗ്വാനീൻ. അതുപോലെ തന്നെ 3 പിരമിഡീൻസ് ഉണ്ട്. ഏതൊക്കെയാണ്? സൈറ്റോസിൻ, തൈമിൻ ആൻഡ് യുറാസിൽ. അതിൽ അഡിനീൻ, ഗ്വാനിൻ, സൈറ്റോസിൻ ആൻഡ് തൈമിൻ DNA-യിലും, അഡിനീൻ, ഗ്വാനിൻ, സൈറ്റോസിൻ, യുറാസിൽ അത് RNA-യിലുമാണ് അടങ്ങിയിട്ടുള്ളത്. അപ്പം റൈബോസ് ഷുഗർ 2 ഡിയോക്സി റൈബോസ്. പിന്നെ അതുപോലെ തന്നെ DNA-യിൽ അഡിനീൻ, ഗ്വാനിൻ, സൈറ്റോസിൻ ആൻഡ് തൈമിൻ. RNA-യിലാണെങ്കിൽ അഡിനീൻ, ഗ്വാനിൻ, സൈറ്റോസിൻ, യുറാസിൽ.